ജയിലർ 2-ന്റെ റിലീസിൽ മാറ്റം. രജനീകാന്ത് നായകനായി വേഷമിടുന്ന പുതിയ ചിത്രമാണ് ജയിലർ 2. പാലക്കാട് അട്ടപ്പാടിയിലായിരുന്നു ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം. കോഴിക്കോടും ജയിലർ 2 ചിത്രീകരിച്ചു. മലയാളത്തിന്റെ പ്രിയ നടൻ സുരാജ് വെഞ്ഞാറമൂടും ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം നിർണായക വേഷത്തിലുണ്ട്. ജയിലർ 2-ന്റെ OTT റൈറ്റ്സ് വിറ്റുപോയെന്നാണ് റിപ്പോർട്ട്. ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. റിലീസിന് മുന്നേ ഏകദേശം 160 കോടിക്കാണ് ആമസോൺ പ്രൈം വീഡിയോ ജയിലർ 2-ന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴകത്തെ ഏറ്റവും ഉയർന്ന തുകയുടെ OTT ഡീലാണിത്. ജയിലർ 2 ഓഗസ്റ്റിൽ റിലീസാകുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ 10-നോ 11-നോ ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ് എന്നാണ് പുതിയ റിപ്പോർട്ട്. നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലറിന്റെ 2ാം ഭാഗമാണ് ജയിലർ 2. മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. 2023-ലായിരുന്നു ജയിലർ റിലീസ് ചെയ്തത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിയിലേറെ നേടിയ ചിത്രം വിജയിച്ചതു മുതൽ ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് 2ാം ഭാഗത്തിനായി. ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം 2ാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ജനുവരി 14-നായിരുന്നു. പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു. തമിഴ് സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള അപ്കമിംഗ് പ്രോജക്റ്റുമാണ് ജയിലർ 2. അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് 2ാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും 2ാം ഭാഗവും. എന്നാൽ 2ാം ഭാഗം വരുമ്പോൾ മലയാളികൾക്ക് അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ളത് ചിത്രത്തിൽ മോഹൻലാലിന്റെ മാത്യു എന്ന ഡോൺ കഥാപാത്രം ഉണ്ടാവുമോ എന്നാണ്. ജയിലർ 2-വിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കൂലിയാണ് രജനീകാന്തിൻ്റെതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് ഈ ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് നിർമ്മിക്കുന്നത്. രജനീകാന്തിനൊപ്പം നാഗാർജുന പ്രധാന കഥാപാത്രമായപ്പോൾ ചിത്രത്തിൽ ആമിർ ഖാൻ അതിഥി വേഷത്തിലുമെത്തി.